എന്തായാലും കയറി നോക്കാം. റേഞ്ച് റോവർ. വാ, എൻ്റെ അമ്മ, എന്താ ഇൻറ്റീരിയർ! ഇതിൻ്റെ ഇൻറ്റീരിയർ, ഇതിൻ്റെ ഡോറ്, ഒരു മെറിഡിയൻ്റെ സൗണ്ട് സിസ്റ്റം കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ നോക്കി, നല്ല ബ്രൗൺ കളർ, ഈ ഒരു ബ്ലാക്കും ബ്രൗണും, ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് വീലും അടിപൊളി കേട്ടോ. നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ, ഒരു ടച്ച് സ്ക്രീൻ, നല്ല റെസ്പോൺസ് ഉണ്ട്. ഇവിടെ ഒരു ഗിയർ നോബ്, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, നല്ല അടിപൊളി. ഇതിൻ്റെ ആ ഒരു മിറർ തന്നെ നോക്കി, എന്ത് രസമല്ലേ കാണാൻ. ഇതൊക്കെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഇത് മെമ്മറി ഫംഗ്ഷനാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓൾറെഡി സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്വിച്ചാണിത്. പിന്നെ ഇതെല്ലാം വിൻഡോയുടെ സ്വിച്ച്. ആക്ച്വലി നമുക്ക് ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞത് എങ്ങനെ തുറക്കണം എന്ന് ഭയങ്കര പാടാട്ടോ. നമുക്കൊന്നും മനസ്സിലാവില്ല, കാരണം ഇവിടെ ഒന്നും ഇല്ല നമുക്കിങ്ങനെ വലിച്ചു തുറക്കാനായിട്ട്. ആക്ച്വലി ഇതാ കേട്ടോ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്ന സാധനം. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല, എന്ത് അടിപൊളിയായിട്ടാണല്ലോ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാൻ. നോക്ക് ഇതിൻ്റെ സീറ്റ്, ആ ഒരു ഫീല് നോക്കിയാൽ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാം അല്ലേ. ഒരു ഹോൺ പ്ലസ് ലാൻഡ്രോ എന്നുള്ളൊരു ബാഡ്ജിങ്. എന്താ ഗിയറൊക്കെ എന്താ അടിപൊളി നോക്കി, കുഞ്ഞ് ഗിയർ, ഒന്നുമില്ല ഇവിടെ, സ്വിച്ചസ് ഒന്നുമില്ല കേട്ടോ ഇവിടെ. അടിപൊളി. ആ വലിയൊരു പനോരമിക് സൺറൂഫ് കേട്ടോ. സീറ്റൊക്കെ എന്താ അടിപൊളിയാന്ന് നോക്കി, വലിയൊരു ഹാൻഡ് റെസ്റ്റ്, അടിപൊളി. നമുക്ക് എന്തായാലും തുറക്കാം. ഇവിടെ കേട്ടോ തുറക്കുന്നത്, നല്ല ഭീമാകാരമായ ഡോറൊക്കെ കേട്ടോ. നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. എൻ്റെ ഡ്രീം കാറാണ്, അടിപൊളി. വാവ്, വാവ്. അങ്ങനെ എൻ്റെ ഡ്രീം കാറിൽ എനിക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. റേഞ്ച് റോവർ എൻ്റെ ഡ്രീം കാറിലങ്ങനെ ഞാനങ്ങനെ ഇരുന്നു കേട്ടോ. എൻ്റെ ഡ്രീം കാർ. ഇതെങ്ങനെ തുറക്കുന്നേ? നമുക്ക് അടുത്ത ഇതിൽ കയറി നോക്കാം കേട്ടോ. അടുത്ത റേഞ്ച് പോലെ കയറി നോക്കാം. അടിപൊളി. റേഞ്ച് റോവർ വണ്ടി കേട്ടോ. ഇതിൻ്റെ ഗിയർ നോപ്പൊക്കെ നോക്കുക, ഭയങ്കര കുഞ്ഞ് ഗിയർ നോപ്പാ, അധികം ഒന്നുമില്ല. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഒരു സ്ക്രീൻ, വേറെ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര അടിപൊളി, ഒരു കുഞ്ഞ് സിമ്പിൾ വണ്ടി കേട്ടോ. ഓരോ ASMR വീഡിയോ ഒക്കെ കേൾക്കത്തില്ലേ, അതായത് അതിൻ്റെ റോ സൗണ്ട്, ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ട്, ഇതിൻ്റെ ബട്ടൺസിൻ്റെ സൗണ്ട്, ലൈറ്റ് എത്തി, ഇതിൻ്റെ സ്ക്രീൻ, എല്ലാം അറബിയിലാണ് കേട്ടോ. ഇതിൻ്റെ ഗിയർ, ഇതൊക്കെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ റേഞ്ച് റോവറിൻ്റെ ഒരു എന്താ ഇത്, എന്തോ ഒരു സാധനം. ഇതിൻ്റെ ഗിയറൊക്കെ ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ഇലക്ട്രിക് കാറാണ് കേട്ടോ. എനിക്ക് എന്തായാലും എൻ്റെ ഡ്രീം കാറിലൊക്കെ കയറാൻ പറ്റി. ഭയങ്കര രസമുണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഇതിൽ കയറി, നമ്മൾ ഇതിലും കയറി. നമുക്ക് ഇനി അടുത്ത ഡിഫൻഡറിൽ കയറാം കേട്ടോ. ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ. ആക്ച്വലി ഈ വണ്ടിക്ക് ഭയങ്കര ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ മമ്മൂക്കയ്ക്കും എല്ലാ ഉണ്ണിമുകുന്ദനും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ ഡിഫൻഡർ. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. അടിപൊളി അല്ലേ.
അങ്ങനെ നമ്മൾ ഡിഫൻഡറിനുള്ളിലാട്ടോ. ഡിഫൻഡർ അടിപൊളി. ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഇറങ്ങാൻ തോന്നില്ല, അത്രയ്ക്കും അടിപൊളി. ഇതിൻ്റെ സീറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇടും. ആക്ച്വലി ഇതൊക്കെ തുറക്കവും അടയ്ക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല ബലം വേണം കേട്ടോ. ഭയങ്കര എല്ലാം ഹെവിയാണ് കേട്ടോ. ഈ വണ്ടി മൊത്തം അത്യാവശ്യം ഹെവിയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. എന്താ അല്ലേ ഈ വണ്ടിയൊക്കെ. ഡിഫൻഡർ ഒരു ഷോക്കേസ് ചെയ്തേക്കുന്നുണ്ടോ, ഒരു മല കയറുന്ന പോലത്തെ ഒരു തീമിൽ. ശരി, വണ്ടിക്ക് പറ്റിയ കാര്യം തന്നെയാണ്. അൾട്ടിമേറ്റ് ഓഫ് റോഡർ ആണല്ലോ ഡിഫൻഡർ. അടിപൊളി അല്ലേ.